പേരിന് പോലും ഒരു ജയം അടുത്തിടെയെങ്കിലും ഉണ്ടാവാത്ത ജയം രവിയുടെ പുതിയ സിനിമയായിരുന്നു ബ്രദർ. അലേർട്ട്, അറിയാതെ പോലും ആ വഴിക്ക് പോകാതിരിക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. നാശത്തിലേക്കാണ് ആ പോക്ക്. സ്ക്രീനിൽ വന്ന എല്ലാ ആക്ടേഴ്സും ഒന്നിച്ച് വെറുപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇതാദ്യമായിട്ടാവും. എല്ലാ ചീഞ്ഞ പടങ്ങളിലും എന്തെങ്കിലും നല്ലത് കാണും, ഇതിനകത്ത് അതുമില്ല. ലോ കോളേജ് പൂർത്തിയാക്കാതെ എല്ലാവരോടും റൂൾസ് പറഞ്ഞ് വെറുപ്പിക്കുന്ന ജോലിയും കൂലിയുമില്ലാത്ത സുന്ദരനായ നായകൻ. 28 വയസ്സാണ് ഈ മുതുവാഴയ്ക്ക്, കണ്ടാലും തോന്നും. നാട്ടിലും വീട്ടിലും വെറുപ്പിച്ച ശേഷം നായകനെ പെങ്ങൾ ഏറ്റെടുക്കുന്നു. അറിയാലോ, പിന്നെങ്ങോട്ട് മാപ്പിളെ വിളിയും രാജകീയ സ്വീകരണവും. അളിയൻ്റെ വീട്ടിൽ അളിയൻ്റെ പെങ്ങളോട് ക്രഷ് നായകന്, നായിക പ്രിയങ്ക ഫ്രഷ്. അളിയനെയും പെങ്ങളെയും രണ്ടാക്കി വീട്ടുകാരെയും വെറുപ്പിക്കുന്നു നായകൻ. ശേഷം വാടക വീടും എടുത്ത് ജോലിയും കൂലിയും ഇല്ലാത്ത നായകൻ അപ്പൻ്റെ പെൻഷൻ കാശിന് ഫാമിലി നടത്തുന്നു. വീണ്ടും എല്ലാവരെയും ഒന്നാക്കാൻ നോക്കുന്നു. റൂൾസ് ക്ലാസ് എടുക്കുന്നു. യാതൊരു ഇമോഷണൽ കണക്ഷനും ഇല്ലാത്തതുകൊണ്ട് ഈ മുതുവാഴ് അനാഥൻ കൂടിയായിരുന്നു എന്ന് കാണിക്കുന്നു ഡയറക്ടർ. അയ്യോ, സെൻറ്റി. എല്ലാവരെയും വെറുപ്പിച്ച അവസാനം ഒന്നു ചേർന്ന് റൂൾസും പറഞ്ഞ് അളിയൻ്റെ പെങ്ങളെയും കെട്ടി നന്മ കോരി ഒഴിച്ച് സിനിമ തീർക്കുന്നു. സിനിമയിലെ എല്ലാവരും സുന്ദരനും സുമുഖരും സർവോപരി മേക്കപ്പിൽ കുളിച്ചവരും കെട്ടി ഒരുങ്ങി സൺ TV സീരിയൽ ടൈപ്പാണ്. ക്യൂട്ട്നെസ് കാണിക്കാൻ പ്രിയങ്കയും രവിയും മത്സരം. കൊള്ളാവുന്ന ഒരു പാട്ടില്ല. കോമഡി പടമാണ്. നിർത്താതെ ഇക്ലി ഇട്ടാൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരി വരാൻ പാടായിരിക്കും. സംവിധാനം, എഴുത്ത് M. രാജേഷ്. വല്ല പരസ്യചിത്രവും സംവിധാനം ചെയ്തുകൂടെ? യജാതി കളർ. പ്രൊഡ്യൂസ്ഡ് ബൈ സുന്ദർ അരുമുഖം. മുടക്കിയ പൈസ ഒന്നുകിൽ ബ്ലാക്ക് വിളിപ്പിക്കാൻ, അല്ലെ തലയ്ക്കോളം. 90 മുതൽ ഹീറോസ് ഉദയം ചെയ്യുന്ന പടങ്ങളിലെ എല്ലാം തന്നെ ഫസ്റ്റ് ഹാഫ് ഇതേ പ്ലോട്ടല്ലേ, കൂടെ മാപ്പിളെ വിളി. ജയം രവി ഗ്ലാമറുണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, ആക്ടിങ്ങും ഉണ്ട്. ബട്ട് ഇക്കണക്കിന് പോയാൽ അടുത്ത പ്രശാന്ത് കൺഫേം. വന്നതും പോയതും പോലും ആരും അറിയാത്ത ഈ പടപ്പോട് കൂടിയെങ്കിലും ഇവർക്കൊക്കെ ബോധം വെക്കട്ടെ എന്ന് ആശംസിക്കുന്നു.